ഓരോരുത്തർ ഓരോ വിഷയം നന്ദി പറഞ്ഞ വിഷയമാണ് ഞാൻ എടുത്തത്. അതിലൊരു കഥകളൊക്കെ വെച്ചിട്ട് ഒരു ഉദാഹരണങ്ങളൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു. അതിനുശേഷം അസീസാറും അത് തന്നെയാണ് ആ നന്ദി എന്നുള്ള വിഷയത്തിനെ പറ്റി ഒരുപാട് വളരെ വിശദമായിട്ട് മൂപ്പര് പറഞ്ഞു. ഒരുപാട് കഥകൾ, ഖുർആൻ ആയത്ത്, ഹദീസുകളൊക്കെ ഉപയോഗിച്ചു. അതുപോലെ അഷ്റഫ് കുടുംബം എന്ന വിഷയത്തെപ്പറ്റി അഷ്റഫും നന്നായി സംസാരിച്ചു. നേരത്തെ മാതിരി തന്നെ അഷ്റഫൊക്കെ വളരെ ഉഷാറായിട്ടുണ്ട്. ഇപ്പോൾ നല്ല ശരിക്കും നിന്ന് സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. അസീസ് സാറൊക്കെ ഒന്നുകൂടിയൊക്കെ ഒന്ന് ശരിക്കും സംസാരിക്കണം. വളരെ ഒരു കുഴപ്പമില്ല, നന്നായിട്ട് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ കഴിയും. നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സാറിൻ്റെ നമ്മുടെ ഈ വർക്കുകളൊക്കെ സാറ് വിശദമായി പറഞ്ഞു. നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാവരും. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് എനിക്കവിടെ ഗൾഫ് പോകേണ്ട ആവശ്യമുണ്ട്, ദുബായ് പോകേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് കണ്ടിട്ട് നമുക്ക് ആ സ്റ്റേജിലൊക്കെ ഒന്ന് കയറിയ ശേഷം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിനും കൂടി ഞാൻ കുറച്ച് ദിവസമായിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതാണിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. എൻ്റെ മനസ്സിൽ അതും കൂടി ഉണ്ട്. വെറും ഇത് പഠിക്കുക എന്നുള്ള അതിൻ്റെ കൂടെ ഇതും ഒന്ന് മുഴുവനാക്കിയിട്ട് ആ സ്റ്റേജിൽ നിന്നാൽ ഒരു 50-100 ആളെ മുന്നിൽ നിന്നാൽ നമുക്ക് എത്ര വലിയ സ്റ്റേജ്, ഒരു 100 ആളെ മുന്നിൽ നിന്നാൽ പിന്നെ 300 ആൾ, 500 ആൾ, 1000 ആൾ, ഇതൊന്നൊരു പ്രശ്നമല്ല. ഒരേമാതിരി ഇങ്ങനെ കാണുകയാണ്, ചുറ്റുപോയി നമ്മളിങ്ങനെ കാണുമ്പോണ്ടല്ലോ. ആ ഇതിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ഭയമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് എല്ലാവരും നേതാക്കന്മാരൊക്കെ ഇപ്പോൾ നമ്മളെ അൻവർ സാഹിബ്, ഷാഫി പറമ്പിൽ, ഇത്രയും നല്ലൊരു സൗകര്യം ഇവിടുന്ന് പഠിക്കാനും ഇത്രയും കാലം ഇവിടുന്ന് കിട്ടിയതൊക്കെ ഓരോ ദിവസം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങളൊക്കെ മുമ്പ് ഇവിടെ വന്ന മാതിരിയാണ്, ഞാനിപ്പോൾ മുമ്പ് വന്ന മാതിരിയല്ല. അതൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് സംസാരിക്കാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പ് കിട്ടി. നമുക്കിനി ഒരു സ്റ്റേജിലും ഒരു ഭയം വേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും. ഇപ്പോൾ ഇവിടെ വന്നിപ്പോൾ 3 ക്ലാസ്സിനിട്ട് നമ്മൾ ആ കുന്നംകുളത്ത് അയാൾ ഇവിടെ 15 മിനിറ്റ് നിന്ന് സംസാരിച്ചു, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. ആ ഫസ്റ്റിലൊക്കെ ഞാൻ ഇപ്പോൾ പറയണില്ല പേടിച്ചുകൊണ്ടിരുന്നു. ഇല്ല അപ്പോൾ ലാസ്റ്റത്തെ നിങ്ങൾ ആ ഇതിൽ നോക്കുകൊണ്ടേ വാട്സപ്പിലുണ്ട്, സാറിൻ്റെ വാട്സപ്പിലുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ നന്നായി. ഇവിടെ വന്നവരൊക്കെ ഞാൻ മുന്നേ ഒരു 5 ക്ലാസ്സിൽ വന്നവരെന്നെ പഴയതുപോലെയല്ല, ഒക്കെ മാറിയിട്ട് ഒരുപാട് ഗുണം നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കുടുംബങ്ങളിൽ ഇപ്പോൾ നമ്മൾ ആർട്ട് ഓഫ് ബാറ്റിങ് പറഞ്ഞാൽ ആ പുസ്തകം കൊണ്ടുപോയതിന് ശേഷം വീടുകളിലൊക്കെ എനിക്ക് കിട്ടിയ അനുഭവമാണ്. പല വീടുകളിലും ഞാൻ കുറച്ചിൻ്റെ ഭാര്യൻ്റെ അഞ്ചത്തിയാളെ വീട്ടിലേക്കൊക്കെ കൊടുത്തു. അവർ വേറുള്ളവർക്ക് കൊടുത്തിട്ട് ആ വീടിലൊക്കെ എങ്ങനെയെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ വന്ന് ഈ ക്ലാസ്സിൽ വന്നിട്ടാണ് ആ പുസ്തകങ്ങളും ഇതൊക്കെ വാങ്ങിക്കൊണ്ടുപോയി ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ സാറിനോട് തന്നെ നന്ദി പറയേണ്ടത്. കാരണം ഇത്ര നല്ല ക്ലാസ് ഇവിടുന്ന് കിട്ടിയിടത്തോളം ഇതുവരെ കിട്ടിയത് എല്ലാം നല്ല ഭംഗിയായി പോയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ആ ഉദ്ഘാടനം കൂടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യം പൂർത്തിയാവും. അതിനൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും ഈ പരിപാടി വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.